നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് പെട്രോൾ വാഹനങ്ങൾ 44 കോടി വരും മുഴുവനായും. അപ്പോൾ ഈ 2025 കേന്ദ്ര പെട്രോളിയം വകുപ്പ് ഒരു തീരുമാനമെടുത്തു. ഈ രാജ്യത്തിന് എത്തനോൾ ചേർന്ന E20 പെട്രോൾ ഉപയോഗിച്ചാൽ മതി എന്നായി. അതുകൊണ്ട് E20 പെട്രോൾ ഉപയോഗിക്കത്തക്കവണ്ണം ഉള്ള മോഡിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനുകൾ വേണം പെട്രോൾ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യാനുള്ളത് എന്ന് സ്ഥാപിക്കാനുള്ളത് എന്നൊരു നിർദ്ദേശവും കൊടുത്തു. ഇതിപ്പോൾ എനിക്കറിയില്ല, ഞാനിപ്പോൾ 2026 ഏതാണ്ടൊരു 3-4 മാസം മുമ്പാണ് ഞാൻ ഒരു ഹൈക്രോസിൻ്റെ, അതായത് നമ്മുടെ ടൊയോട്ട ഹൈക്രോസ് എന്ന് പറയുന്ന കാറിൻ്റെ ഒരു കൂടിയ വെറൈറ്റി, എൻ്റെ ലെക്സസ് പെട്രോൾ കാർ കൊടുത്തതിന് ശേഷം അത് ഹൈബ്രിഡ് ആയിരുന്നു. അതേപോലെ ഒരു ഹൈബ്രിഡ് വാഹനം ഞാൻ വാങ്ങിയാണ് ഇത്. മറ്റേതിൻ്റെ അത്രയും വില വരികയില്ല എന്നുണ്ടെങ്കിലും യാത്രയൊക്കെ സുഖമായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ഹൈബ്രിഡാണ്, പെട്രോൾ ഹൈബ്രിഡാണ്. ഇത് വാങ്ങി. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇത് സാധാരണ ഈ E20 പെട്രോൾ അതിനു വേണ്ടിയുള്ള എൻജിൻ അല്ലാതെ, പെട്രോൾ എൻജിൻ അല്ലാതെ ഉള്ള, അതിനുവേണ്ടി നിർമ്മിച്ച എൻജിൻ അല്ലാതെ ഉള്ള എൻജിനുകളിൽ ഉപയോഗിച്ചാൽ ആ എൻജിനുകൾക്ക് നാശം വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, E20 പെട്രോളിന് വില കൂടുതല. അത് സാരമില്ല, വില കൂടുതലായാലും എങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് വെക്കാം. പക്ഷേ ഇത്രയും നമ്മൾ ലക്ഷക്കണക്കിന് രൂപ എണ്ണി കൊടുത്ത് വാങ്ങിച്ചേക്കുന്ന കാറുണ്ടല്ലോ, ഇത് ഏതാണ്ട് 45 ലക്ഷം രൂപ ചിലവാക്കി വാങ്ങിയ കാറാണ് അപ്പം ഞാനതിൻ്റെ വലിയ സങ്കടം അനുഭവിക്കുന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പം എന്താണെന്നറിയോ? നിർബന്ധമായിട്ടും എല്ലാവരും E20 പെട്രോളിലേക്ക് മാറണം. E20 പെട്രോൾ എന്ന് പറയുന്നത് പെട്രോളിനകത്ത് എത്തനോൾ ചേർന്ന പെട്രോളാണ്. ഇത് ഈ എത്തനോൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്തിന്നൊക്കെയാണെന്നറിയോ? നമുക്ക് ഏറ്റവും കൂടുതൽ എത്തനോൾ നിർമ്മിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. അപ്പോൾ കരിമ്പ് കർഷകരെ സഹായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര ലോബിക്ക് വേണ്ടി ഉള്ള ഒരിടപാടാണ്. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ കരിമ്പ് കർഷകരെ സഹായിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പോൾ കരിമ്പ് കർഷകർക്ക് കരിമ്പ് കൂടുതൽ മാർക്കറ്റിൽ വില കിട്ടും, അതിൽ നിന്ന് എത്തനോൾ ഉണ്ടാക്കാം, ഇതൊക്കെ ചെയ്യാം. അതുപോലെ അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും ഇത് ഉണ്ടാക്കാം. അങ്ങനെ ഭക്ഷണം, നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ പോലും ഇല്ലാതാകും. കാരണം ഈ ഇതിൽ ലാഭം വളരെ കൂടുതൽ കിട്ടും. എത്തനോൾ ഉണ്ടാക്കിയെടുത്താൽ അരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം, ഗോതമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. ഇനി ഇതെല്ലാം പോട്ടെ, ഇതിനകത്ത് ഒരൊറ്റ കാര്യം കൂടെ നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ എത്തനോൾ നിർമ്മിക്കുന്ന ഫാക്ടറി ആരുടെയാണെന്ന് ആലോചിച്ചാൽ മതി. 2 ഫാക്ടറികളെ എത്തനോൾ നിർമ്മിക്കുന്നതിന് സ്ഥാപിച്ചിട്ടുണ്ട്. അത് രണ്ടും നമ്മുടെ നിതിൻ ഗഡ്കരി ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളുടെ വകയാണ്. അപ്പോൾ അതിൽ നിന്ന് എത്തനോൾ ഉണ്ടായിക്കൊള്ളണം, എത്തനോളിൻ്റെ പെട്രോളെ ഇനി ഈ രാജ്യത്ത് ഉപയോഗിച്ചാൽ മതി എന്നതുകൊണ്ടൊരു തീരുമാനമെടുത്തു. അതുകൊണ്ട് ഈ 44 കോടി വാഹനങ്ങൾ, പെട്രോൾ വാഹനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളതിൽ ഈ ഇപ്പം നോക്കിക്കൊള്ളണം, അതിൽ ഈ പെട്രോൾ ഉപയോഗിക്കാൻ, അതായത് E20 പെട്രോൾ ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങൾ വളരെ കുറവാണ്. ഈ വർഷം രജിസ്റ്റർ ചെയ്തേക്കുന്ന വാഹനങ്ങളെന്ന് പറഞ്ഞതുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് 43 കോടി, അതായത് പെട്രോൾ വാഹനങ്ങൾ 43 കോടി 12,170,070 എണ്ണമാണ്. ഈ 43,12,170 വാഹനങ്ങളിൽ എത്തനോൾ ഉപയോഗിക്കാനുള്ള സ്പെഷ്യലായിട്ടുള്ള എൻജിൻ സ്ഥാപിച്ചേക്കുന്ന വാഹനങ്ങളെന്ന് പറയുന്നത് വെറും 1,57,47,694 വാഹനങ്ങളാണ്. അപ്പോൾ ഈ 1.5 ലക്ഷം വാഹനങ്ങളിലല്ലാതെ ബാക്കിയുള്ളതിലൊന്നും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് നാശം വരും. ഇത് മാത്രമല്ല, ഈ എത്തനോളിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള E20 പെട്രോൾ ഉണ്ടല്ലോ, ഉപയോഗിച്ച മൈലേജ് വളരെ കുറയും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ എങ്ങനെ പെടലിക്കടിക്കണമെന്ന് നോക്കിയിരിക്കുകയാണ്. പണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ഓരോ പൗരൻ്റെയും അക്കൗണ്ടിൽ
20 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു. എനിക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾക്കൊക്കെ വല്ലതും കിട്ടി കാണുമായിരിക്കും ഇതുവരെ. അങ്ങനെയൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന് $1 50 കൂടുതൽ എങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ $1 100 അതുപോലെ പെട്രോളിന് 50 രൂപ വില വരാമോ, അതിൽ കൂടുതൽ എന്തിനാ വില വരുന്നതെന്ന് ചോദിച്ചു. ഇപ്പം വിലയൊന്നും വന്നില്ല. 111 രൂപ പെട്രോളിന്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ ന്യായമൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണെന്നറിയോ, ഇതിലും കൂടുതൽ വില കൊടുത്തിട്ട് E20 പെട്രോൾ ഇനി ഉപയോഗിച്ചോണ്ടോ നമുക്ക് അങ്ങ് ഓർഡേഴ്സ് തന്നു. വേറെ മാർഗം എന്താണ്? സർക്കാർ ഇങ്ങനെ പറഞ്ഞാൽ ഇത് ചെയ്യും. അനുഭവിച്ചല്ല മാർഗമുള്ളൂ. ഈ 34 ലക്ഷത്തിൽ പരം കോടി വാഹനങ്ങളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നം വരുന്നതാണ് ഈ പെട്രോൾ വാഹനങ്ങളിൽ. ആ വാഹനം അതിൻ്റെ എൻജിൻ മുഴുവൻ കേടാകും. അങ്ങനെ വലിയ നഷ്ടം ഉണ്ടാകും. മാത്രമല്ല ഇത് വാഹനത്തിന് നമുക്ക് ഈ വാഹനമൊന്നും ഇനി വിൽക്കാൻ പറ്റത്തില്ല, ആരും വാങ്ങിക്കത്തില്ല. കാരണം എത്തനോൾ ആണോ എന്ന് ചോദിക്കും. അല്ല. ഇനി നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഇതുണ്ട്, ഈ സാധനമുണ്ട്. E20 എന്ന് പറയുന്ന പെട്രോൾ അവിടെ ഉണ്ട്, സാധാരണ പെട്രോളും ഉണ്ട്. അത് ചൂസ് ചെയ്യാം. E20 പെട്രോൾ വേണ്ട, സാധാരണ ഓർഡിനറി പെട്രോൾ മതി എന്ന് അവിടെ ഉള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാനുള്ള മാർഗമുണ്ട്. ചൂസ് ചെയ്താൽ അത് കിട്ടും. ഇനി അതിനിത്തിരി വില കൂട്ടിക്കോട്ടെ, എങ്കിലും ഇവിടെ അത് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം E20 പെട്രോൾ എന്ന് പറയുന്ന ഈ ശാപത്തിൽ നിന്ന് ഒഴിവാകാമല്ലോ. പക്ഷെ അങ്ങനെ ഒഴിവായാലുള്ള കുഴപ്പം എന്തോ അറിയോ, E20 ആരും വാങ്ങിക്കത്തില്ല. അപ്പോൾ പിന്നെ ഗഡ്കരിയുടെ മക്കൾ ചുമ്മാ ഇരിക്കാനേ വെക്കൂ, ചൊറിയും കുത്തി ഇരിക്കണ്ടേ ഫാക്ടറി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അവന്മാരെ സഹായിക്കാനായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ നശിപ്പിച്ച് നമ്മുടെ കയ്യിരിക്കുന്ന പണം കൊടുക്കണം. അതാണ് ഇപ്പം ചെയ്യേണ്ടത്. ഇനി ഈ തീരുമാനം E20 നമ്മളങ്ങ് തീരുമാനിച്ചു പോയി, അത് പിൻവലിക്കാനൊക്കത്തില്ല. അതിൻ്റെ കാരണം അത് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി E20 പെട്രോൾ ആക്കാൻ വേണ്ടി പെട്രോളിയം മന്ത്രാലയം 1 ലക്ഷം കോടി രൂപ ചെലവാക്കിയെന്ന് ആരാണ്ട് പറഞ്ഞോ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്? ഇതെല്ലാം ഗഡ്കരിയുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. അത് അറിയാൻ വയ്യാത്ത ആളുകളാണ് വായും പൊളന്ന് ഇവർക്ക് ഈങ്കിലാവും വിളിച്ച് കൂടെ നടക്കുന്നത്. ഇത് നമുക്ക് തിരഞ്ഞെടുക്കാൻ മാർഗമില്ല. എനിക്ക് സാധാരണ പെട്രോൾ മതി, E20 വേണ്ട എന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ E20ക്ക് വിലയും കൂടുതലാണ്, അതിൻ്റെ ഉൽപ്പാദന ചെലവ് കൂടുതലാണെന്ന്. E20 പെട്രോളിന് ആര് പറഞ്ഞത് ഉൽപ്പാദിപ്പിക്കണമെന്ന്? ഇവിടുന്ന് എന്തായാലും വെളിയിൽ നിന്നാണ് വരുത്തുന്നത്, പെട്രോളും ഡീസലും എല്ലാം വരുന്നത്. ക്രൂഡ് ഓയിൽ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അതിൽ നിന്ന് എടുക്കണം. ആ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇത് ഇപ്പോൾ അതിനകത്ത് ഈ എത്തനോൾ കലർത്തി E20 പെട്രോളാക്കി നമ്മുടെയൊക്കെ പള്ളക്കടിക്കണം. അതാണ് ഇപ്പോൾ ചെയ്യേണ്ട പണി. നമുക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ള മാർഗമില്ല. ഇതിൻ്റെ ഈ പെട്രോളിൻ്റെ ഉൽപ്പാദന ചെലവും കൂടുതലാണ്. ഇനി അപ്പോൾ അതിന് പറഞ്ഞെന്തോന്നറിയോ, കർഷകർക്കുണ്ടല്ലോ ഡയറക്റ്റായിട്ട് ഈ വർഷം 1.66 ലക്ഷം കോടി രൂപ കൊടുക്കാൻ പറ്റിയെന്ന്. ഇതിൽ നിന്ന് കർഷകർക്ക് ഈ കാശ് കൊടുക്കാൻ വേണ്ടി കർഷകരൊന്നും അല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഞങ്ങളിത് സഹിക്കണം. ഞങ്ങളുടെ വണ്ടിയും കളഞ്ഞ് നശിപ്പിച്ച് ഈ പെട്രോൾ E20 പെട്രോൾ എന്ന് പറയുന്ന സാധനം വലിയ വില കൊടുത്ത് അടിച്ച് നമുക്ക് വെറുതെ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് ബാക്കി വേറെ എവിടെയെങ്കിലും വെച്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷേ നമ്മളിവിടെ ഈ രാജ്യത്തെ ജനങ്ങളാണ്, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഗവൺമെൻറ് ഓരോ കാര്യങ്ങളങ്ങ് തീരുമാനമെടുക്കും, ഇതുപോലുള്ള വിവരം കെട്ട തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയില്ലെങ്കിൽ, പ്രതിഷേധത്തിലേക്ക് പോയില്ലെങ്കിൽ ഇത് വലിയ നഷ്ടം വരും, ഭീമമായ നഷ്ടം. 34 ലക്ഷം വാഹനങ്ങൾക്ക് ഇത് നാശം ഉണ്ടാകും, വളരെ നാശം ഉണ്ടാകും. വളരെ കഷ്ടമാണ്. 34 ലക്ഷമല്ല, 34 കോടി. ഞാൻ ലക്ഷമെന്ന് പറഞ്ഞതെല്ലാം തെറ്റാട്ടോ. 34 കോടിയാണ്. 34 കോടി വാഹനങ്ങൾ അതിൻ്റെ ഉടമസ്ഥർ വഴിയാധാരമാവും. അത് സർക്കാർ ചിന്തിക്കണം, പിൻവലിക്കണം. ഓപ്ഷൻ തന്നാൽ മതി, ഇത് വേണം ഏത് വേണം. ഈ സാധാ പെട്രോളിനങ്ങ് വില കൂട്ടിക്കോ, എന്നാലും ഓപ്ഷൻ കൊടുക്കാമല്ലോ. അപ്പോൾ അതെങ്കിലും ആവട്ടെ, അങ്ങനെങ്കിലും ചെയ്ത് ഞങ്ങളെയൊക്കെ പാവങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം.